തട്ടിപ്പിന് ശ്രമിച്ചെങ്കിലും തട്ടിപ്പിൽ വീഴാതിരുന്നൊരു മലയാളിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. എന്നാൽ കംബോഡിയയെ കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ ഒരു മലയാളി അറസ്റ്റിലായ വാർത്തയാണിനി. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മനുവിനെ തിരുവനന്തപുരം സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ പലരിൽ നിന്നായി മനു കോടിക്കണക്കിന് രൂപ തട്ടിയെന്നാണ് കേസ്. സൈബർ പോലീസാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. മനുവിനെ തിരുവനന്തപുരം CJM കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയം സ്ഥാപിച്ചാണ് മനു തട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ ട്രേഡിംഗിന് സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. വ്യാജ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കും. ഇങ്ങനെ തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നും 2 കോടി രൂപയാണ് മനു തട്ടിയെടുത്തത്. ഈ പരാതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കംബോഡിയ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നതെന്ന് വ്യക്തമായത്. തട്ടിപ്പിനു വേണ്ടി കംബോഡിയയിൽ കോൾ സെന്ററും തുടങ്ങിയിരുന്നു. നിരവധി മലയാളികളിൽ നിന്നും മനു പണം തട്ടിയെടുത്തിട്ടുണ്ട്. മനുവിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തിയ മനുവിനെ എമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെക്കുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് മനുവിനെ കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം ACGM കോടതിയിൽ ഹാജരാക്കിയ മനുവിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.